സാർ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അധികാരത്തിലേറി പിറ്റേ ദിവസം അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും ഞങ്ങൾ മറക്കില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തെരുവിൽ തല്ലുകൊണ്ടതും അവരുടെ ചോര ഈ കേരളത്തിൻ്റെ തെരുവീഥികളിൽ വീണതും ഞങ്ങൾക്ക് മറക്കാനാവില്ല. ഞങ്ങൾക്ക് മറക്കാനാവുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞുങ്ങളെ മറക്കുന്നതിന് തുല്യമാണ്. നവകേരള യാത്രയോടനുബന്ധിച്ച് നടന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ നടന്ന KSU പ്രവർത്തകരുടെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും തല്ലി പൊളിച്ച സന്ദർഭം അനുസ്മരിച്ചുകൊണ്ടാണ് അന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അത്തരത്തോളം ഒരു പ്രസ്താവന നടത്തിയത്. ഇന്നിപ്പോൾ വി ഡി സതീശൻ അധികാരത്തിലേറ്റ് ഏതാണ്ട് 2 മാസം പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ അന്ന് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് KSU പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച കേസുമായി ബന്ധപ്പെട്ട് കേസുകൾ തിരിമറി നടത്തിയ ADGP MR അജിത് കുമാറിനെതിരെ ഏത് നിമിഷവും നടപടി ഉണ്ടാകും. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിക്കുന്നു. DGPക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഉദ്യോഗസ്ഥന്മാർ ദ്രുതഗതിയിൽ അന്വേഷണം പൂർത്തിയാക്കി അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഇന്ന് 20 ദിവസം പിന്നിടുമ്പോഴും ADGP MR അജിത് കുമാറിനെതിരെയുള്ള നടപടികളിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞതാവട്ടെ, റിപ്പോർട്ട് എൻ്റെ മുമ്പിൽ എത്തിയിട്ടില്ല എന്നുള്ളൊരു തൊടിന്യായം പറഞ്ഞ് നിൽക്കുന്നു. വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി ഈ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചാൽ മാത്രമാണ് ഞാൻ മറന്നിട്ടില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അന്ന് ആലപ്പുഴയിൽ വെച്ച് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി തല്ലുകൊണ്ട ഇന്നത്തെ MLA AD തോമസ് അടക്കമുള്ള ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമുണ്ടാകണം. അനീതിക്കെതിരെ തുറന്ന പോരാട്ടം നടത്തുന്ന വി ഡി സതീശൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നീതിയുക്തമായ തീരുമാനമുണ്ടാകണം എന്നുള്ള അഭിപ്രായം തന്നെയാണ്. ഇവിടെ ADGP MR അജിത് കുമാർ ഈ കേസുമായി ബന്ധപ്പെട്ട് കേസ് തിരുത്തുന്നതിന് വേണ്ടി ആ കേസ് ഡയറി വിളിച്ചു വരുത്തി തനിക്ക് കീഴിലുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് മനഃപൂർവ്വം താൻ പറഞ്ഞു തരുന്നത് എഴുതിയാൽ മതി. നേരത്തെ അവർ തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ കോപ്പി അടക്കം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കോപ്പി പിന്നീട് നമ്മളടക്കമുള്ള ആളുകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ അത് കിട്ടും. എന്നാൽ അത് തിരുത്തി കുറിച്ചുകൊണ്ടാണ് ADGP പറഞ്ഞത് കൊടുത്തതുപോലെ ആ കേസ് ഡയറി തിരുത്തിയത്. ADGP MR അജിത് കുമാറിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാവും. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ സർക്കാർ ഭരിക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി വിടുപണി ചെയ്ത ആളാണ് ADGP MR അജിത് കുമാർ എന്നുള്ള ഒരു പിന്നാമ്പുറ വർത്തമാനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. തൃശ്ശൂർ പൂരം കലക്കി BJPയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള സാഹചര്യമൊരുക്കി. അത് വീണ വിജയൻ എന്ന പിണറായി വിജയന്റെ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു. എന്ത് തന്നെയായാലും ADGP MR അജിത് കുമാർ ഈ കേസുമായി ബന്ധപ്പെട്ട് കുടുങ്ങും, ഇപ്പോൾ അറസ്റ്റ് ചെയ്യും, അറസ്റ്റ് ഉടൻ നടപടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ADGP MR അജിത് കുമാറിനെതിരെയുള്ള റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട് 20 ദിവസം കഴിയുമ്പോഴും അതിലൊരു അനക്കമില്ല. എങ്ങനെയാണ് ഈ കാര്യത്തെ രാജ്മോഹൻ സാർ വിലയിരുത്തുന്നത്? പ്രദീപ് കുറച്ചുകൂടെ കൂടുതൽ പറയാമായിരുന്നതിന്. ഇതിൻ്റെ ചരിത്ര സംഭവങ്ങൾ ഒത്തിരിയുണ്ട്. ഇവിടെ MR അജിത് കുമാറിനെ ശിക്ഷിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ശിക്ഷിക്കണോ വേണ്ടയോ എന്നുള്ളതോ നമ്മുടെ ഗൗരവമുള്ള വിഷയമല്ല. പക്ഷേ നിരപരാധികളായ കോൺഗ്രസ് പ്രവർത്തകരെ, അതും KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല പൊട്ടിച്ചതാണ്. CPMകാരുടെ നിർദ്ദേശപ്രകാരം തല പൊട്ടിച്ചാണ് അജിത് കുമാർ ചെയ്തത്. ഇവർ കൊള്ള ചെയ്യാനോ സമരം ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റേപ്പ് ചെയ്യാനോ ബലാത്സംഗത്തിനൊക്കെ പോയ സമയത്താണ് ഇങ്ങനെ അടി കൊടുക്കുന്നതെങ്കിൽ അതിനെപ്പറ്റി ആരും ഒന്നും പറയാനും വരികയില്ല. ഇവർ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന സമരം പോലെ തന്നെ സ്വാഭാവികമായ ഒരു സമരരംഗത്ത് വന്നതിൻ്റെ പേരിലാണ് ഇവർക്കെതിരായി ഈ ക്രൂരമായ പീഡനം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്. ജനാധിപത്യപരമായ രീതിയിൽ കരിങ്കൊടി കാണിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു അനുവദിക്കപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ ചെയ്തത്. മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് കല്ലെറിയുകയോ മുഖ്യമന്ത്രി മറ്റു മാരകായുധങ്ങൾ ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. സമാധാനപരമായി മുഖ്യമന്ത്രി സഞ്ചരിച്ച നവകേരള ബസിന്റെ നേരെ അവർ കരിങ്കൊടി കാണിക്കുന്നു. ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മുഖ്യമന്ത്രിയുടെ പരിസരത്ത് നിന്നും VIP പരിസരത്ത് നിന്നും മാറാൻ പാടില്ല എന്നുണ്ട്. ആ ഗൺമാനാണ് വലിയ മുളവടി, ലാത്തി പോലുള്ള വലിയ മുളവടി ഉപയോഗിച്ചുകൊണ്ട് അത് തന്നെ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അത്യാവശ്യ സന്ദർഭത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഗൺമാന് VIP ജീവന് സുരക്ഷാ ഭീഷണി ഉണ്ടെങ്കിൽ ഗൺ ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. അത് മുട്ടിന് താഴെ വെടിവെക്കാം. അപ്പൊ ആ ഒരു സാഹചര്യത്തിലെല്ലാം മറികടന്നുകൊണ്ട് നിയമവിരുദ്ധമായി തന്നെ വലിയ മുളവടി കൊണ്ട് കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അതായത് ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് നേരെ, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് നേരെ ആര് കരിങ്കൊടി കാണിച്ചാലും അവരെ ഇനി ഞങ്ങൾ വെറുതെ വിടില്ല എന്നുള്ളൊരു സന്ദേശം കൊടുക്കുമാറ് തലയ്ക്ക് അടിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടു. ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലായി, ആലപ്പുഴ സെഷൻസ് കോടതി ഈ കാര്യത്തിൽ നടപടി വേണമെന്ന് കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അന്ന് അയച്ചിരുന്ന കുറിപ്പ് അവർ മുക്കിവെച്ചു. പിന്നീട് അന്നത്തെ കമ്മീഷണറായിരുന്ന
ആ കമ്മീഷണറും ഈ കാര്യത്തിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തു. അവരെ സ്ഥലം മാറ്റുന്ന നടപടിയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത്രത്തോളം ഗൗരവതരമായ ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന ഒരു സർക്കാരിനോടൊപ്പം നിന്ന് ADGP MR അജിത് കുമാർ ഇപ്പോൾ DGP സ്ഥാനത്തേക്ക് നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നത് വരെ ADGP അജിത് കുമാറിനെതിരെയുള്ള ഈ ഒരു പരാതി പൂഴ്ത്തിവെച്ചുകൊണ്ട് ADGP അജിത് കുമാറിന് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തുകയാണോ VD സതീശൻ എന്ന മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അകത്ത് നിന്ന് തന്നെ പുകയുന്ന ആരോപണങ്ങൾ. ഈ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുമ്പോൾ അജിത് കുമാറിന് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തുന്നവർ ആരൊക്കെയോ കോൺഗ്രസിന്റെ അകത്തുണ്ട്, അധികാര കേന്ദ്രങ്ങളിലുണ്ട് എന്ന് വേണ്ടേ വിശ്വസിക്കാൻ. ഇതിനെ ഏറ്റവും പരിഹാസ്യമാക്കുന്നത് ഒരു രമേശ് ചെന്നിത്തല, അതായത് താക്കോൽ സ്ഥാനം വഹിക്കുന്ന മന്ത്രി, ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ താക്കോൽ സ്ഥാനം എന്നാണ് പറയുന്നത്, മന്ത്രിസഭയുടെ താക്കോൽ സ്ഥാനം വഹിക്കുന്ന മന്ത്രി പറയുകയാണ് എൻ്റെ മുമ്പിൽ ആ ഫയൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ 2-3 കാര്യങ്ങൾ പറയണം. ആരാണ് ഈ ഫയൽ അങ്ങനെ മുമ്പിൽ എത്തിക്കേണ്ടത്? ആഭ്യന്തര വകുപ്പിനും മന്ത്രിയുടെ മുമ്പിലേക്ക് ഫയലുകൾ എത്തിക്കേണ്ടത് ആരാണ്? DGP ആണോ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണോ? പറയണം. CMൻ്റെ സതീശൻ്റെ ഓഫീസിൽ നിന്നാണ് ഫയൽ വരാൻ താമസിക്കുന്നതെങ്കിൽ അത് തുറന്ന് ജനങ്ങൾ അറിയട്ടെ. സതീശനെല്ലാം തുറന്നു പറയുന്നതാണെന്ന് പറയുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ഒരു വിഭാഗം കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ ക്രമസമാധാന പാലനത്തിന് വേണ്ടി സേന പ്രവർത്തിക്കുന്നു. ഈ സേനയുടെ തലപ്പത്തിരിക്കുന്ന DGPയുടെ ഓഫീസിലേക്ക് ഈ SIT ഉദ്യോഗസ്ഥന്മാർ, ഷൗക്കത്ത് അലി അടക്കമുള്ള കറകളഞ്ഞ ആദർശധീരരായ ഉദ്യോഗസ്ഥന്മാർ ഈ കേസ് അന്വേഷിച്ച് കൃത്യമായി റിപ്പോർട്ട് ദ്രുതഗതിയിൽ കൊടുത്തു. അത് DGPയുടെ മേശപ്പുറത്തിരിക്കുന്നു. അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മേശപ്പുറത്ത് എത്തിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വെള്ളം തൊടാതെ വിഴുങ്ങാനായി കേരളത്തിലെ ആളുകൾ അത്രത്തോളം മണ്ടന്മാരാണോ എന്നുള്ളൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നില്ലേ? DGPയുടെ മേശപ്പുറത്തിരിക്കുകയും അത് DGP ആഭ്യന്തരമന്ത്രിക്ക് അത് കൊടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നുള്ള. DGP അല്ല, ആഭ്യന്തരമന്ത്രി തൻ്റെ വകുപ്പിൻ്റെ കീഴിലുള്ളൊരു ഫയൽ, അത്യാവശ്യ ഫയൽ, ഏറ്റവും ഇന്നത്തെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര വകുപ്പ് എടുത്തു കഴിഞ്ഞാൽ, മൊത്തം മന്ത്രിസഭ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് കോൺഗ്രസ് പ്രവർത്തകരെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് തല്ലി കൊല്ലാൻ ശ്രമിച്ച ഒരു ഫയലാണത്. അതിൻ്റെ ഡീറ്റെയിൽസുള്ള ഫയലാണ്. ആ ഫയല് കേരളത്തിലെ കോൺഗ്രസ്സുകാരനായ ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിൽ, അത് താക്കോൽ സ്ഥാനം വഹിക്കുന്ന ആഭ്യന്തരമന്ത്രിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് നാണക്കേട് തന്നെയാണ്. കോൺഗ്രസിന് നാണക്കേടാണ്, ആഭ്യന്തരമന്ത്രിക്ക് നാണക്കേടാണ്, മുഖ്യമന്ത്രിക്ക് നാണക്കേടാണ്. അല്ല, ആഭ്യന്തര വകുപ്പ് മന്ത്രി അത് വിളിച്ചു വരുത്തതാണല്ലോ. ആ ഫയൽ വിളിച്ചു വരുത്തേണ്ടത് അത്യാവശ്യമായിട്ട് വിളിച്ചു വരുത്തണമല്ലോ. അല്ലെ, പറയണം ആരാണ് ആ ഫയൽ പിടിച്ചു വെച്ചിരിക്കുന്നത്, ആരാണ് അയക്കാത്തത്. ഇത് പറയാനുള്ള തൻ്റെ ആർജവം കാണിക്കണ്ടേ? അതിന് പകരം വരട്ടെ, നോക്കട്ടെ, റിപ്പോർട്ട് വരട്ടെ, മുഖ്യമന്ത്രിക്കും അന്വേഷണം നടത്താമല്ലോ. ഏതെല്ലാം തലത്തിൽ താമസിപ്പിക്കാവോ ആ തലത്തിലല്ലേ താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തിനാണെന്നുള്ളതാണ്. അല്ല, ഇവിടെ നമുക്ക് അങ്ങനെ സാർ പറയുമ്പോൾ അത് ആലോചിക്കുമ്പോൾ അത് വലിയ പ്രസക്തമാണ്. എന്തിനു വേണ്ടിയാണെന്ന് ആലോചിക്കുമ്പോഴാണ് ഇപ്പോൾ DGP സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള ഒരു സ്ക്രീനിങ് കമ്മിറ്റി റിപ്പോർട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. DGP ആരായിരിക്കണം? അപ്പോൾ ADGP MR അജിത് കുമാറിന് പിണറായി വിജയൻ സംസ്ഥാനം ഭരിക്കുമ്പോൾ മുതൽ അത്തരത്തിലൊരു താല്പര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യത്തെ ലിസ്റ്റിങ്ങിൽ തന്നെ ADGP ആയിരുന്ന അജിത് കുമാറിന് പേര് വെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ MR അജിത് കുമാറിന് കുറച്ചു കാലത്തേക്കെങ്കിലും DGP സ്ഥാനം ലഭ്യമാകുമോ എന്നുള്ളൊരു തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരാൻ സാധ്യതയുള്ള ക്രിമിനൽ കുറ്റമടക്കം ചുമത്താൻ സാധ്യതയുള്ള ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഈ ഫയൽ മാറ്റിവെച്ച് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നത് വരെ ഇത് മരവിപ്പിച്ചു വച്ചിരിക്കുകയാണോ എന്നുള്ളതാണ് ഇപ്പോൾ പിന്നാമ്പുറങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന ഒരു സംസാരം. അങ്ങനെയെങ്കിൽ ADGP MR അജിത് കുമാറിനെ DGP ആക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയും VD സതീശനും ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ അജിത് കുമാറിന് വേണ്ടി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുകയാണോ ADGP ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല എന്ന് തെറ്റിദ്ധരിക്കേണ്ടതായി വരുമോ? അല്ല, കോൺഗ്രസ് ഇങ്ങനെ മലക്കം മറച്ചിലുകൾ നടത്തി അജിത് കുമാറിനെ പോലുള്ളവരെ രക്ഷിക്കാനും, അത് മാത്രമല്ല സംഭവം 2-3 വേറെ ഉണ്ടായിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ വക്കീലിനെ നിയമിച്ചതിൽ അങ്ങനെ പല നിയമനങ്ങളിൽ സഹാക്കളെ നിയമിക്കുന്നു. ഇങ്ങനെ പല കാര്യത്തിൽ തന്നെ നാണം കിട്ടുന്നല്ലോ. അതിൻ്റെ അർത്ഥം നാളെ വേണമെങ്കിൽ വ്യവസായ മന്ത്രിയായിട്ട് ശശിധരൻ കർത്ത നിയമിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായം തുടങ്ങാൻ കപ്പാസിറ്റി ഉള്ള ആളെന്ന് തെളിയിച്ചു കഴിഞ്ഞാണല്ലേ. അപ്പോഴും ആരും വേണ്ടിയില്ല. സതീശൻ്റെ ബുദ്ധിവൈഭവമാണെന്ന് പറയും. അങ്ങനെ ആ രീതിയിൽ ഇത് തൻ്റെ മുമ്പിൽ ഈ ഫയൽ കൊണ്ടു തരികയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ DGPക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പുല്ലുവിലയെ കൊടുക്കുന്നുള്ളൂ എന്ന് സ്വയം മനസ്സിലാക്കണം. അല്ല, കർണാടക കൂടാണ് കൊടുക്കാതിരിക്കുമോ?
നോക്കൂ, വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി അധികാരമേറ്റതിന് ശേഷം അദ്ദേഹത്തിന്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ കേരളത്തിന് വേണ്ടി, കേരളത്തിന്റെ ജനതയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം അധികാരമേറ്റത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണക്കാരിൽ സാധാരണക്കാരായ ആശാ വർക്കേഴ്സിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ അദ്ദേഹം മന്ത്രിസഭ ആദ്യ തീരുമാനങ്ങളിൽ ഒന്ന് അത് തന്നെയായിരുന്നു. കാരണം അന്ന് അദ്ദേഹം ആശാ വർക്കർമാരുടെ സമരപ്പന്തലിൽ ചെന്നപ്പോൾ കൊടുത്ത വാക്കാണ്, അധികാരത്തിൽ വരികയാണെങ്കിൽ ആദ്യം എടുക്കുന്ന തീരുമാനങ്ങളിൽ നിങ്ങളുടെ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടായിരിക്കും. തീർച്ചയായും അദ്ദേഹം അത് നടപ്പാക്കി തന്നെ ചെയ്തു. രണ്ടാമത് അദ്ദേഹം കൈക്കൊണ്ട തീരുമാനത്തിൽ ഒന്നായിരുന്നു ഈ രക്ഷാപ്രവർത്തനത്തിൽ കള്ളക്കളി നടത്തിയ ആളുകൾക്കെതിരെ നിയമപരമായ നടപടി ഉണ്ടാകും. അതിന് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ആലങ്കാരികമായ ഭാഷ തന്നെ അദ്ദേഹം ഉപയോഗിച്ചത്. അദ്ദേഹം പറഞ്ഞത് മറക്കില്ല, ഒന്നും ഞങ്ങൾ മറക്കില്ല. മുൻപൊക്കെ ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പല കാര്യങ്ങളും മനഃപൂർവ്വം മറക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞങ്ങൾ മറക്കില്ല. ഞങ്ങളുടെ കുട്ടികളുടെ രക്തം വീണ് ഈ ചിന്തിയ കേരളത്തിലെ വീഥികൾ ഞങ്ങൾക്ക് മറക്കാനാവില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഒരു കാരണവശാലും മറക്കില്ല എന്ന് പറഞ്ഞതിലെല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവർകളെ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മറന്നോ അതോ തിരക്കുകൾക്കിടയിൽ അത് വിട്ടുപോയതാണോ എന്നുള്ളത് ആണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത്. തീർച്ചയായും ADGP MR അജിത് കുമാർ ഈ റിപ്പോർട്ട് തിരുത്തി, അല്ലെങ്കിൽ അദ്ദേഹം ആ റിപ്പോർട്ട് തിരുത്തുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തി എന്ന് 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ മൊഴി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഷൗക്കത്ത് അലിയെ പോലുള്ള അതിസമർത്ഥന്മാരായ കറകളഞ്ഞ ആദർശധീരരായ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് DGPയുടെ മേശപ്പുറത്ത് എത്തിച്ചിട്ടും പിന്നെ ആ DGPയുടെ മേശപ്പുറത്ത് നിന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും എത്ര ദൂരമുണ്ട് എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ബാധ്യസ്ഥരല്ലേ? അല്ല, ആ ഫയൽ നീങ്ങാൻ അത്രയും സമയം എടുത്തെങ്കിൽ അതിന് ബദലായിട്ട് ഇവിടെ അദാനിയായിട്ട് ബന്ധപ്പെട്ട വിഴിഞ്ഞം തുറമുമായിട്ട് ബന്ധപ്പെട്ട ഫയൽ ഒറ്റ രാത്രി കൊണ്ട് പോയത് പറയുന്നുണ്ട് നിയമനത്തിൻ്റെയൊക്കെ. അങ്ങനെയും ഫയൽ നീങ്ങാം. അതായത് ഈ മന്ത്രിസഭ വിചാരിച്ചാൽ ഇന്ന് എടുക്കുന്ന തീരുമാനം നാളെ ഓർഡറായിട്ട് ഇറങ്ങത്തക്ക രീതിയിൽ അത്രയും വേഗത്തിൽ വേണം ഫയൽ നീങ്ങാം. അല്ല, വി ഡി സതീശനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ തീർച്ചയായും നീതിയുക്തമായ ന്യായയുക്തമായ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ജനം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം വി ഡി സതീശനല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുന്നതെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉണ്ടാകുമായിരുന്ന വിസ്ഫോടനാത്മകമായ അന്തരീക്ഷം അന്ന് കേരളം കണ്ടറിഞ്ഞതാണ്. വി ഡി സതീശന് വേണ്ടി മുറവിളി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രി വി ഡി സതീശനാകണം എന്നുള്ളത്. അപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശനാകുമ്പോൾ വി ഡി സതീശനിൽ നിന്ന് നീതിയുക്തമായ ന്യായയുക്തമായ ഒരു ഭരണം ജനം പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും വി ഡി സതീശന്റെ ഭാഷ കടം കൊണ്ടുകൊണ്ട് പറയട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് മറക്കാനാകില്ല എന്ന് പറയുമ്പോൾ ഇതിൽ നീതിയുക്തമായ ഒരു തീരുമാനം വി ഡി സതീശന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ആ കുഞ്ഞുങ്ങളെ മറക്കാൻ പാടില്ല. പിണറായി വിജയന്റെ പോലീസുകാർ നടത്തിയ നരനായാട്ട് തത്സമയം ലോകമെമ്പാടും ദൃശ്യങ്ങളിലൂടെ കണ്ടറിഞ്ഞതാണ്. അല്ലാതെ ഇതൊരു കള്ളമൊഴിയുടെ, കള്ളസാക്ഷ്യത്തിന്റെ, കള്ളദൃശ്യങ്ങളുടെ പകർപ്പല്ല. അതുകൊണ്ട് തീർച്ചയായും ബഹുമാന്യനായ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഈ കാര്യത്തിൽ ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള വച്ചു താമസിപ്പിക്കൽ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കും അഭ്യർത്ഥിക്കാനുള്ളത്.